ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടി മാറുന്നത് പൊതുജനങ്ങളുടെയും മറ്റ് പ്രമുഖരുടെയും ഒക്കെ സഹായവും തേടുകയാണ് സംസ്ഥാനവും. നമുക്ക് കൈയയച്ച് സഹായം ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാം. ഇതിനകം തന്നെ ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ചില സർക്കാരുകളൊക്കെ സർക്കാരിന് സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത്തരം സഹായങ്ങൾ ഇനിയും ഉണ്ടാവണം. കേരളം 2 പ്രളയത്തെ അതിജീവിച്ചതാണ്. മുമ്പ് കേരളത്തിൻ്റെ ഒരു മേഖല പൂർണ്ണമായി മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും അതിനെ അതിജീവിക്കാൻ കേരളത്തിന് സഹായങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. നമുക്ക് വയനാട്ടിലെ അവസ്ഥയും സമാനമാണ്. ചില 2 ഗ്രാമങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയാണ് ചെയ്തത്. ആ മേഖലയിൽ നഷ്ടമായവർക്കെല്ലാം തിരികെ കൊടുക്കണം. അതിന് സർക്കാരിനൊപ്പം കരുത്തു പകരാൻ സുമനസ്സുകൾക്കും കഴിയണം. അവർക്ക് നഷ്ടപ്പെട്ട വീടും സ്ഥലവും അവരുടെ കൃഷിയിടവും നാശനഷ്ടങ്ങളിലുമെല്ലാം കൊടുക്കാവുന്ന പരിധി കൊടുക്കണം. മരണത്തിനൊന്നും പ്രതിവിധിയായി നമുക്കൊന്നും നൽകാൻ കഴിയില്ല. പക്ഷേ അവശേഷിക്കുന്ന ജീവിതത്തിൽ അവർക്ക് കരുത്തു പകരാൻ, അവർക്ക് ആത്മവിശ്വാസം പകരാൻ കഴിയുന്ന ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത്. എന്തായാലും ആ മേഖലയിലെ രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. എത്ര കണ്ട് ക്ലേശകരമായ ദൗത്യമാണ് ആ രക്ഷാസേനകൾക്ക് മുന്നിൽ അവിടെ ഉള്ളത് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും. സമാനതകളില്ലാത്ത ദുരന്തം, മുഖ്യമന്ത്രി തന്നെ അത് വിശേഷിപ്പിച്ചു. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഈ ദുരന്തം മാറുകയാണ്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ നാട് ഇന്ന് പുലരുമ്പോൾ ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറുമെന്ന് ആരും കരുതിയതല്ല. അതാണ് കാണുന്നത്. പുഴയിൽ നമുക്ക് കാണുന്നത് പുഴയിലൂടെ അക്കരെയുള്ളവരെ ഇക്കരെ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളാണ്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ്. നേരത്തെ ഷബീർ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും ഒരാളെ പുറത്തെത്തിക്കാൻ അരമണിക്കൂറിലധികം സമയം വേണ്ടി വരുന്നു. അങ്ങനെ നിരവധി പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എത്ര സമയം എടുത്തുകൊണ്ട്, എത്ര ക്ലേശകരമായി അവരെ ഇക്കരെ എത്തിക്കാനാകുമെന്ന വെല്ലുവിളി അവർക്ക് മുന്നിലുണ്ട്. ആ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതാണ് മുന്നിലുള്ള സാഹചര്യം. എന്തായാലും പ്രതികൂല സാഹചര്യത്തിലും അവരൊക്കെ ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് തന്നെ തുടരുന്നത്. രാവിലെ മുതൽ ഈ ഒരു കോടമഞ്ഞിറങ്ങിയ, കാഴ്ചമങ്ങിയ ദുരന്ത മേഖലകളിലൂടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നതാണ് ക്ലേശകരമായ സാഹചര്യം. അവിടെ ഒരുക്കേണ്ട സാധനങ്ങൾക്ക്, അവിടെ ഒരുക്കേണ്ട സൗകര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു മുൻഗണനയുണ്ട്, ഒരു പ്രയോറിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ആവശ്യം അവിടെ മതിയായ വെളിച്ചവും സൗകര്യങ്ങളുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി. രക്ഷാപ്രവർത്തകർക്കും ഒപ്പം കുടുങ്ങിക്കിടക്കുന്നവർക്കും ആഹാരവും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്കവിടെ നൽകേണ്ടതുണ്ട്. അവരുടെ ജീവൻ നിലനിർത്തണം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ കോടമഞ്ഞിറങ്ങി രക്ഷാപ്രവർത്തനം വെല്ലുവിളി ഉയർത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമയം വീണ്ടും വൈകിയാണ്. അവിടേക്ക് ഇരുട്ട് പടർന്നു തുടങ്ങിയോ? രക്ഷാപ്രവർത്തനം ഈ രാത്രിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? എന്താണ് ഈ ദൗത്യ സംഘങ്ങളുടെ ആലോചന? സജിത്ത്, അതീവ ദുഷ്കരമായ സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഞ്ഞ് മാറി മഴ പെയ്തു തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇരുട്ട് ഇറങ്ങി തുടങ്ങുന്നു. സാഹചര്യം നമുക്ക് ഈ തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനൊന്നും അനുകൂലമല്ലാത്ത രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥ. നമ്മോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീ സുകുമാരൻ ചേരുന്നുണ്ട്. ചേട്ടൻ ഈ വാർഡിൽ? ഞാൻ ഈ വാർഡിൽ തന്നെ ഉള്ളതാണ്. എന്താണ് രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത്? എല്ലാവരും പ്രവർത്തനം നടക്കുന്നുണ്ട്. എങ്കിലും ചില ഉൾഭാഗങ്ങൾ എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടൗണോ അല്ലെങ്കിൽ ചൂരമല ഭാഗങ്ങളോ മാത്രം നമ്മൾ ബേസ് ചെയ്ത് പ്രദേശങ്ങളിൽ വന്നിട്ട് കുറച്ചും കൂടി രക്ഷാപ്രവർത്തനം നടത്തണം. രാവിലെ നമ്മൾ ഉദ്ദേശിച്ച് വന്നത് ഒരു 4 ബോഡി കിട്ടുന്ന ഉദ്ദേശിച്ചത്. പക്ഷേ 21ഓളം ബോഡികളെ നമുക്ക് മറ്റുള്ള ബോഡികളും കാര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള സാഹചര്യമുള്ളൂ. ഇന്നിപ്പോൾ എത്ര മണി വരെ എത്രയുള്ള സാധ്യത? ഒരു അനുകൂല ഘടകം വന്നാൽ മാത്രമേ തന്നെ നമുക്ക് മറ്റുള്ള തെരച്ചിലും കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതാണ് സാഹചര്യം. അവിടെ അനുമോദിന് ചില സാങ്കേതിക തകരാറുകളുണ്ട്. അത് പരിഹരിക്കപ്പെടട്ടെ. എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ കാണുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്കൂളിന് സമീപത്തുള്ള നഷ്ടപ്പെട്ടു പോയ പാലം പുനർനിർമ്മിക്കാനുള്ള ആർമിയുടെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. താൽക്കാലിക പാലം നിർമ്മാണമാണ്. കേരളത്തിൽ മുൻകാല അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം റാന്നിയിൽ
ഒരു താൽക്കാലിക പാലം ആർമി നിർമ്മിച്ച് അത് പിന്നീട് സാധ്യമായതൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഇത്തരത്തിൽ നമുക്ക് കരുത്തു പകരുന്നത് നമ്മുടെ സൈന്യ സേവനമാണ്. നമുക്ക് പലപ്പോഴും മറ്റെല്ലാ മാർഗങ്ങളും അടയുമ്പോൾ സൈന്യത്തെ വിളിച്ചാൽ അവർ രക്ഷാമാർഗം എടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. अभी ऊपर मदरसा जो है उधर है 3 आदमी 7 आदमी का बॉडी है. സൈന്യത്തിൻ്റെ പ്രതികരണമാണ്. അവിടുത്തെ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനവും കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത് താൽക്കാലിക പാലം നിർമ്മാണമാണ്. താൽക്കാലിക പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗത കൈവരും എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ അക്കരെയുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നത് ഇത്തരം റോപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. കുടുങ്ങിക്കിടക്കുന്നവരെ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അവരിൽ പലർക്കും ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്, പ്രായാധിക്യം മൂലം പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ ചികിത്സ നൽകുക എന്നൊരു വെല്ലുവിളിയുണ്ട്. പക്ഷേ ഇവർക്ക് ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. കാരണം അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ ചികിത്സ നൽകണം. അതുകൊണ്ട് ഈ മെഡിക്കൽ ടീം കൂടി ഈ ദൗത്യസേനാംഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നു എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇതിനുവേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം ദുഷ്കരമായ ഈ പ്രവൃത്തികൾക്കിടയിൽ അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ മതിയായ ചികിത്സ നൽകാൻ ആരോഗ്യവും ഭക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഇതിനിടയിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. സുരക്ഷിതമായൊരിടത്ത് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക, പക്ഷേ അവിടെ വെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തുക, ഒപ്പം ചികിത്സയും ഉറപ്പുവരുത്തുക. ഇതിനായിരിക്കും ഇപ്പോൾ പ്രാമുഖ്യം നൽകുക. തൽക്കാലം ഇവരെ സുരക്ഷിതമിടം, വീടും ഒക്കെ നഷ്ടപ്പെട്ടവർ, വീടും കിടപ്പാടവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തൽക്കാലം ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നുണ്ട്. അവിടേക്ക് മാറാം. അതല്ലെങ്കിൽ ഇപ്പോൾ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. അവിടേക്ക് തന്നെ നമുക്ക് കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് മാറാം. കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. സുരക്ഷാ സംവിധാനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിയും. നേരത്തെ മന്ത്രിമാരുടെ സംഘമടക്കം അവിടേക്ക് വരുന്നുണ്ട്. ഒപ്പം പ്രമുഖ മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്, റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. അങ്ങനെ മന്ത്രിമാരുടെ സംഘം ദുരന്ത മേഖലയിൽ സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ്. എന്തായാലും നമുക്ക് സമാനതകളില്ലാത്തൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നാണ് സാഹചര്യം. അനുമോദ്, വെളിച്ചക്കുറവ് നമ്മുടെ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുമോ എന്നൊരാശങ്ക നമുക്ക് മുന്നിലുണ്ട്. ഈ വെളിച്ചക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെ മുന്നിൽ ദൗത്യസേനാംഗങ്ങൾക്ക് മതിയായ വെളിച്ചമൊരുക്കാൻ സംവിധാനങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ഇവർക്ക് ബാക്ക് സപ്പോർട്ട് നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുങ്ങി വരുന്നുണ്ടോ? അത്തരം സുസജ്ജമാണോ ഇപ്പം നമ്മുടെ ഈ മേഖല? സജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ കാലാവസ്ഥയും ഇരുട്ടും സമയം വൈകി വരുന്നതോടും കാലാവസ്ഥയും ഇരുൾ നിറയുന്ന അവസ്ഥയും ഒക്കെ ഈ തെരച്ചിലിന്റെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാലാവസ്ഥയല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്തേക്കാം, കോടമഞ്ഞിറങ്ങിയേക്കാം. അതിനെല്ലാം അപ്പുറത്ത് വെളിച്ചം ഇവിടെ ഇനിയും വേണ്ടതുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തനം തുടങ്ങി മണിക്കൂറുകളാകുമ്പോഴും വേണ്ടത്ര വെളിച്ച സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ഇത് ഏതെങ്കിലും 1-2 മേഖലയിൽ മാത്രമായിട്ട് ഈ ഒരു തെരച്ചിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല. എവിടെയെല്ലാം ആളുകളുണ്ട് എന്ന് അറിയാൻ കഴിയാത്തത്ര വിസ്തൃതിയിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെളിച്ചം എത്തിച്ച് തെരച്ചിൽ നടത്തിയാൽ മാത്രമാണ് രാത്രി ഇത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനുള്ള നിലവിലെ സാഹചര്യത്തിൽ പരിമിതമായ വെളിച്ച സംവിധാനങ്ങളാണുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റ് ചെറിയുവാൻ മണ്ണിനടിയിലേക്ക് തരികാനുള്ള സംവിധാനങ്ങൾ കൂടി വേണ്ടതുണ്ട്. അതും ഇന്ന്